എല്ലാവരും കരുതുന്ന പോലെ ആശ മരിച്ചിട്ട് ഇന്നുവരായി വീട്ടിൽ നിന്ന് കയറാത്തത് അങ്ങേരോടുള്ള ഇഷ്ടം കൊണ്ടാ. ആശാൻ ജീവിച്ചിരുന്നപ്പോൾ അങ്ങേരുടെ കൺമുന്നിൽ നിന്ന് ഓടി ഒളിച്ചിട്ടേ ഉള്ളൂ ഞാൻ. എൻ്റെ ആശ ഇങ്ങനെ കിടക്കുമ്പോൾ ഞാൻ എങ്ങനെ അടവെന്ന് കാണുന്നു. അയാൾ എന്നെ കണ്ടു, എനിക്കും അയാളെ കണ്ടു. എനിക്ക് പറ്റില്ലടാ ആ കിടപ്പ് കാണാൻ. നിനക്കറിയോ, എന്നെ ആശാൻ പണിക്ക് വിളിച്ചില്ലേ, എൻ്റെ കുടുംബത്തെ അങ്ങേര് ഇന്ന് വരെ പട്ടിണി കിട്ടിയിട്ടില്ല. വിക്രമന് നിങ്ങൾ വലിയ ഇഷ്ടമായിരുന്നു. എനിക്കറിയാടാ. എടാ നന്ദു, ഒരു കാര്യം പറയട്ടെ. പറയണ നമ്മുടെ ആശാന്റെ വണ്ടി ഇങ്ങനെ ഇവിടെ ഇട്ടിരുന്നാൽ മതിയോ? ഞാൻ പൊള്ളാച്ചിയിൽ ഒരു ഓട്ടം പിടിച്ചിട്ടുണ്ട്. നമുക്ക് പോയാൽ ഞാൻ ഓടിക്കാം. അണ്ണ ഇപ്പം ഇതൊന്നും ചിന്തിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ലേ? അത് ശരിയാവില്ല. ഏട്ടാ, ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. വേണ്ടണ്ണ, അതിപ്പോൾ ശരിയാവില്ല. സോറിടാ. മക്കളെ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതും ചിന്തിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല. ആ ലോറി ഓടിയാലേ വിക്രമന്റെ വീട്ടിലെ അടുപ്പ് പുകയൂ. എന്ത് വള്ളിയാണോ സ്കിപ്പടിച്ചേരാം. ടീച്ചറിന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിന്റെ അന്വേഷണം പോലീസ് അരിച്ചു വെക്കുന്നുണ്ട്. അടുപ്പിച്ച് 2 മരണം അല്ലേ? സത്യം പറഞ്ഞ വിക്രമണന്റെ മരണം എല്ലാരും മറന്നുപോയി. പിന്നല്ലാതെ. വെറുതെ ഒരു ചായ. ചായ? അതെ, ആ SI സാറ് നല്ല മുറ്റ. ഇനി കൊന്നവനും കട്ടവനൊക്കെ നല്ല സുഖമായിരിക്കും. അയാളുടെ കൈ കിട്ടിയാലേ നല്ല ഇഞ്ച നടക്കണ പോലെ നടക്കും. അറിയാമോ? എന്നോട് എന്തിനാ പറയുന്നത്? എന്തോ എടാ, പ്രശ്നം കഴിഞ്ഞപ്പോൾ നിന്റെ മറ്റേ കൂട്ടുകാരനെല്ലാവരും അവരെ പിന്നെ കണ്ടിട്ടില്ലല്ലോ. അവൻ പോയി കളഞ്ഞ. നീ ടെൻഷൻ അടിക്കൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചെന്നുള്ളൂ. ഇവരെന്തിനാ കിടന്ന് തിളക്കണം? മണിയണ്ണോ, അവനാകെ തകർന്നു പോയടാ. ഓ പിന്നെ ഇതൊക്കെ അവൻ്റെ അഭിനയമല്ലേ? അവനും ഇതിൽ പങ്കെടുത്തോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഒന്നും ഉണ്ടായിടാ. മോനെ നന്ദു, നീ എവിടെയാ? ഞാൻ ആ വണ്ടിയുടെ വന്നിട്ടിരിക്കുക ചേച്ചി. മക്കളെ, ചേച്ചി ഒരു കാര്യം പറയാം, മക്കളത് അനുസരിക്കണം. എന്താണ്? എന്താണെങ്കിലും പറ. അണ്ണൻ നമ്മുടെ വണ്ടിയുടെ പേരിൽ കുറച്ച് കടം എടുത്തിട്ടുണ്ടല്ലോ. അണ്ണനിപ്പം ഇല്ലാത്തത് കൊണ്ട് ഇവിടെ എല്ലാവർക്കും ഒരു പേടി. അച്ഛനും രാജുവും പറയുന്നത് ആ വണ്ടി കൊടുത്ത് കടം അങ്ങ് തീർക്കാനാ. ചേച്ചി ഫോണിങ്ങനെ. എടാ രാജുളീന, നിന്നെ കൊണ്ട് എന്തെങ്കിലും വണ്ടി കൊണ്ടെടുക്കാൻ പറ്റത്തില്ലോടാ. അത് വിറ്റ കടം അങ്ങ് തീർത്തേക്കാം.
രാവിലെ മലപ്പുറത്ത് നിന്ന് കച്ചവടക്കാർ വരുന്നുണ്ട്. അന്നേരം നീ അവിടെ ഉണ്ടാവണേ. എന്നാലും നീ അന്നേരം എന്ത് വർത്തമാനോടാ പറഞ്ഞത്? സത്യം പറഞ്ഞല്ലേ ഞാൻ ഇല്ലാണ്ടായി പോയട്ടാ. അണ്ണ അന്നേരത്തെ വിഷമത്തിൽ പറഞ്ഞു പോയതല്ലേ, ക്ഷമിക്ക്. സോറി. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. എന്തായാലും നീ എന്നെ വന്ന് ഓട്ടം വിളിച്ചപ്പോൾ അതൊക്കെ മാറിയട്ടാ. അണ്ണ ഒന്ന് നിർത്തി. എന്തുവാ? ഒന്ന് മുള്ളാണ്. ആ നോക്കി ഇറങ്ങണേ, പാമ്പുള്ളതാ. ഗോൾഡ് എവിടെടാ? എന്താ നിന്റെ പ്രശ്നം? സത്യം പറ. ഇപ്പൊ വന്നവരാരാ? ഇതിന്റെ പേരിൽ ചങ്ക് പടഞ്ഞാണല്ലേ നമ്മൾ ആശാൻ പോയത് അല്ലേ? ഇനി പറഞ്ഞിട്ടോ പഴിചാരിട്ടോ കാര്യമൊന്നുമില്ല. നടന്നത് നടന്നു. ഇനി മുന്നോട്ടുള്ള കാര്യത്തെക്കുറിച്ച് ആലോചിക്കും. എന്തായാലും ഐഡിയ ഉണ്ടോ? എന്താ ഐഡിയ അല്ലേ? നീ പേടിക്കണടാ, ഞാൻ അതിനെ ചതിക്കത്തൊന്നുമില്ല. ഈ നിമിഷം മുതൽ ചാവാനാണേലും ജീവിക്കാനാണേലും എൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും. ധൈര്യമായിരിക്കടാ. എന്താ എന്നെ വിശ്വാസമല്ലേ? ഉണ്ട്. ആ
എന്തു പറ്റിയാണ്? വല്ല പ്രശ്നമുണ്ടോ? ഒന്നുമില്ല. ഇപ്പം ഈ റൂട്ട് പോകുന്ന അത്ര നല്ല പന്തിയല്ല. വേറൊരു വഴിയുണ്ട്. പണ്ട് ഞാനും ആശാനും പോയ ഒരു വഴിയാണ്. നമുക്കല്ലേ പോവാം. ലോറി എവിടെ? ഒളിപ്പിച്ച? അതാ മറച്ചു വിറ്റാ? എന്നെ ടെൻഷനാക്കാതെ പറയടാ. രാധേച്ചി വിളിക്കുന്നു. ഹലോ നന്ദു, നീ ഇത് എന്ത് പണിയാ കാണിച്ചേ? വണ്ടി എവിടെ? വണ്ടി നോക്കാൻ ദേ ആള് വന്നിരിക്കുന്നു. രാധേച്ചി, ഞങ്ങള് ട്രിപ്പ് കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. ഇന്നലെ രാത്രിയാണ് പെട്ടെന്ന് സുരേണ്ണം എന്ന് പറഞ്ഞതേ. അതുകൊണ്ടാ പറയാൻ പറ്റായിരുന്നത്. സോറി. അങ്ങനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനിപ്പോ ഇവരോട് ഇനി എന്താ പറയേണ്ടത്? സുരേണ്ണ ഒന്ന് പറഞ്ഞേ. ആ രാധേച്ചി, ഞാനാ സുര. ആ വന്നവർക്ക് അഡ്വാൻസ് ഒക്കെ തിരികെ കൊടുത്തേക്ക്. ആശാന്റെ വണ്ടി നമ്മൾ ആർക്കും വെക്കുന്നില്ല. ആശാൻ ബാക്കി വെച്ച കടം അത് ഞങ്ങൾ ലോറി ഓടിച്ച് വീട്ടിക്കൊള്ളാം. സൂര്യാലേടാ വണ്ടി ഓടിച്ചു പോയത്. പിടിക്കടാ. നീ വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് വെറുതെ ടെൻഷനാവാതെ. എന്താണെന്ന് വെച്ചാൽ പ്ലാൻ ചെയ്യും. പക്ഷെ എത്രയും പെട്ടെന്ന് ഈ ബാഗ് നമ്മളെ വണ്ടിയിൽ നിന്ന് മാറ്റണം. അതത്ര സേഫല്ല. ഇനി അത് തേടി വീണ്ടും ആൾക്കാർ നമ്മുടെ പുറകെ ഉണ്ടാവും. അവിടെ നിന്ന് എങ്ങനെയോ കഷ്ടിച്ച് രക്ഷപ്പെട്ടതാണ് നമ്മൾ. ഇനി അത് ആവർത്തിക്കണമെന്നില്ല. എന്തായാലും നീ എന്നെ വിളി. രാവെന്നോ പകലൊന്നും നോക്കണ്ട. ധൈര്യമായിട്ടിരിടാ. ഞാനല്ലേ നിൻ്റെ കൂടെ. ശരി എന്നാ.